സ്വഹാബത്തിനെ തൊട്ടാൽ ദീനിന് എന്താ കുഴപ്പം? ആ സംശയത്തിൻ്റെ ഉത്തരം അള്ളാഹു പറയണത്, സ്വഹാബത്തിനെ തൊട്ടാൽ അത് അള്ളാനെ നിഷേധിക്കലും അള്ളാനെ പരിഹസിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ പരിഹസിക്കലും അവൻ്റെ ആയത്തുകളെ കളിയാക്കലും ഒക്കെയാണ്. ആ സഹാബത്ത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു സഹാബത്തിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അള്ളാഹ് ഒരു മനുഷ്യൻ തൃപ്തിപ്പെട്ടാൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അയാളെ തൃപ്തിപ്പെട്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിക്കാണ്ടോ? ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ടെന്ന് തൃപ്തിപ്പെടുക, അള്ളാഹ് വെറുത്തതിന് വെറുക്കുക. ഷിയാക്കൾ പറയുകയാണെന്ത്, ആ സഹാബത്ത് ഞങ്ങൾക്ക് തൃപ്തിയില്ല. ഇവിടെ ചില ഇഖ്വാനികളും മറ്റവരും പറയുകയാണെന്ത്, സഹാബത്തിന് തൃപ്തിയില്ലാത്ത അവർ ഞങ്ങൾക്ക് തൃപ്തിയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ ഷിയാക്കളുമായി ബന്ധപ്പെട്ട വിശേഷിച്ചും സ്വഹാബത്തിനോടുള്ള അവരുടെ ഒരു നിലപാടുകളും വളരെ മോശമായ രൂപത്തിൽ നമുക്കൊക്കെ പറയാൻ പോലും പ്രയാസമുള്ള രൂപത്തിൽ തന്നെയും സ്വഹാബാക്കളെ ഖുലഫാ റാഷിദുകളെ പോലും വിമർശിക്കുന്ന ആക്ഷേപിക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചക്കെടുക്കുകയുണ്ടായി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുതിയ പുതിയ ഉദാഹരണങ്ങളൊക്കെ എന്നു മാത്രവുമല്ല, ഇത്തരം ആളുകളെ തിരിച്ച് നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ സ്വഹാബത്തിനോട് ഇങ്ങനെയുള്ള ഒരു സമീപനം അത് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ സ്വഹാബത്തിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അവർ നമ്മുടെ മാർഗദർശികളാണ്. യഥാർത്ഥത്തിൽ ദീനിൽ നമ്മുടെ മുമ്പേ നടന്ന നമ്മുടെ സലഫുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ടുന്ന, സ്നേഹിക്കേണ്ടുന്നവരാണ് സ്വഹാബത്ത്. എന്നാൽ ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള സ്വഹാബത്തിനോടുള്ള ഒരു ആക്ഷേപ രീതികളും അതുപോലെ അവരുടെ വിഷയത്തിലുള്ള അവഗണനയുമെല്ലാം അത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എതിർക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും ആ എതിർപ്പുകളെ, സ്വഹാബത്തിനോടുള്ള വിമർശനങ്ങളോടുള്ള എതിർപ്പുകളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി നമുക്ക് പറയാനുള്ളത്? ഈ വിഷയം നമ്മൾ പ്രധാനമായും ചർച്ചയെടുക്കാനുള്ള ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പം നമുക്കറിയാം മൊത്തത്തിൽ ഷിയാക്കളെ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ട്. ഷിയാക്കൾ മുന്നോട്ട് വെക്കുന്ന വികലമായ വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ, ആ പ്രവാചകൻ്റെ സഹാബത്തിനെ ബൽസിക്കുക, അവരെ കാഫറാണെന്ന് മുദ്രകുത്തുക, അവർ ദീനിൻ്റെ അവർ ചെയ്ത സേവനങ്ങൾ അവമതിച്ച് കാണിക്കുകയും അവരൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഈ ഷിയായിസം പ്രചരിപ്പിക്കുന്ന രീതി. അറിഞ്ഞോ അറിയാതെയോ ചില ആളുകൾ ആ സഹാബി വിമർശനങ്ങളിൽ പെട്ടുപോവുകയും അവർ പറയുന്നത് മുഴുവൻ ശരിയില്ലെങ്കിലും കുറച്ചൊക്കെ ശരിയുണ്ട്, അത് അവർ അത്ര നല്ലവരൊന്നുമല്ല പ്രവാചകൻ്റെ സഹാബത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചില ആളുകൾ, പണ്ഡിതന്മാരെന്ന് പറയുന്ന ചില ആളുകൾ, അവർക്ക് സംസാരങ്ങളൊക്കെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ചില സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ജനങ്ങൾ ശരിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ട്. മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അഹ്ലുസുന്നയാണല്ലോ ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞത്. അഹ്ലുസുന്നയുടെ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആ സഹാബത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാനിവിടെ തൗറാത്തിലും ഈസാനിവിടെ ഇഞ്ചിയിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്തിൻ്റെ 29-ാമത്തെ ആയത്തിൽ ആ കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശുദ്ദാഉൽ കുഫാർ റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ എന്ന് പറയുന്ന തുടങ്ങിയ ആയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നൽപിച്ച തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പറ്റി പറഞ്ഞ ദാലിക മസലുഹും ഫി തൗറാത്തി, പിന്നെ മസലുഹും ഫിൽ ഇൻജീൽ കസറഇൻ അഖ്റജ ശതഹു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ തൗറാത്തിൽ പോലും ആരെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്? പ്രവാചകൻ്റെ സഹാബത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിയുടെ ഇൻജീൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനി വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്രയോ ആയത്തുകൾ പ്രവാചകൻ്റെ സഹാബത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. അപ്പോൾ അള്ളാഹ് പറയാണ് റസൂലുള്ളാഹിൻ്റെ സഹാബത്തിന് ഞാൻ തൃപ്തിപ്പെട്ടു. ഷിയാക്കൾ പറയാണ് ഞങ്ങൾക്ക് തൃപ്തിയില്ല. അള്ളാഹ് പറയുന്നത് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ആ സഹാബത്ത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു സഹാബത്തിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഷിയാക്കൾ പറയുകയാണെന്ത്, ആ സഹാബത്ത് ഞങ്ങൾക്ക് തൃപ്തിയില്ല. ഇവിടെ ചില ഇഖ്വാനികളും മറ്റവരും പറയുകയാണെന്ത്, സഹാബത്തിന് തൃപ്തിയില്ലാത്ത അവർ ഞങ്ങൾക്ക് തൃപ്തിയാണ്.
സഹാബത്തിന് അള്ള തൃപ്തിപ്പെട്ടവർ തൃപ്തിപ്പെടാത്ത ആളുകളെ ഞങ്ങൾക്ക് തൃപ്തിയാണ്. ഇതൊരു മുമ്പിൻ്റെ നിലപാടല്ല. അപ്പോൾ മാത്രമല്ല അള്ള പറയും മുഹമ്മദ് റസൂലുള്ള വല്ലദീന അമനത്ത് ആയത്ത്, പിന്നെ ഓതി ആയത്ത് സൂറത്ത് ഫത്തഹിൽ കാണാം, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത ശജറ. നബിയെ, നിങ്ങൾ പ്രവാചകൻ്റെ കൈ പിടിച്ച് ആ മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് ബയ്യത്ത് റിദ്വാനിൽ ബയ്യത്ത് വാങ്ങിയ ആളുകളെ അള്ള തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അള്ള ഒരു മനുഷ്യൻ തൃപ്തിപ്പെട്ടാൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അയാളെ തൃപ്തിപ്പെട്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിക്കാണ്ടോ? ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ടെന്ന് തൃപ്തിപ്പെടുക, അള്ള വെറുത്തതിന് വെറുക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ ഹദീസുകളിൽ അത് കാണാം. ഞാൻ 1-2 ഹദീസ് മാത്രമേ പറഞ്ഞു. പ്രവാചകൻ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂൻ സുമ്മല്ലദീന യലൂൻ. ഏറ്റവും നല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അതെൻ്റെ കൂടെ ജീവിച്ച സഹാബത്താണ് ഏറ്റവും ഖൈറുള്ളവർ. ദീനിൻ്റെ എല്ലാ ഖൈറുകളും കിട്ടിയ ആളുകൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്താണ്. മാത്രമല്ല പ്രവാചകന്മാർ ലാ തസുബ്ബു സഹാബി, എൻ്റെ സഹാബത്തെ നിങ്ങൾ സബ്ബ് ചെയ്യാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. കാരണം വലോ അന്ന അഹദക്കും അംഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസിഫു. നിങ്ങളിൽ ഒരാൾ സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാഹിൻ്റെ കൂലി പ്രതീക്ഷിച്ച് ഉഹദ് മലയുടെ അത്ര തന്നെ സ്വർണ്ണം ചിലവഴിച്ചു നോട്ടുക. ഒരാൾക്ക് ഉഹദ് മലൻ്റെ അത്ര സ്വർണ്ണം ഉണ്ടെന്നും ആ സ്വർണ്ണം മുഴുവനും വളരെ ഖിലാസോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം ചിലവഴിച്ചാൽ പോലും പ്രവാചകൻ്റെ സഹാബത്ത് ഇത്ര ചിലവഴിക്കണം, അതിന് ഇതിൻ്റെ പകുതി ചിലവഴിക്കുന്നതിൻ്റെ തുല്യത്തിലാണ്. അപ്പം നമ്മുടെ ഈമാനും പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ ഈമാനും എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്രയും മഹത്വമുള്ള ഇനി ഒരുപാട് ഹദീസുകൾ, ഇപ്പോൾ ഇമാം ബുഖാരിയുടെ ഫളായിലു സഹാബ, ഇമാം മുസ്ലിമിൻ്റെയൊക്കെ എന്തെങ്കിലും ഫളായിലു സഹാബത്തുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ ഓരോ സഹാബിയുടെ ഫളലുകൾ വിശദീകരിച്ച ഹദീസുകൾ കാണാൻ കഴിയും. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമുണ്ട്, ഇമാം അഹ്മദ് ധരിച്ച വാചകം. അദ്ദേഹം പറയാൻ, പിന്നെ ലാ തസുബ്ബു അസ്ഹാബ് മുഹമ്മദിൻ, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിന് ചീത്ത ബത്സിക്കരുത്. ഫല മഖാമു അഹദിഹിം സാഅത്തൻ, ആ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരു നിമിഷം ഉണ്ടല്ലോ, ഒരൊറ്റ സെക്കൻഡ്, ആ നബിൻ്റെ കൂടെ ഉണ്ടായ ഒരു സെക്കൻഡ്, ഒരു സമയം, അത് ഖൈറും മിൻ ഇബാദത്തി അഹദിക്കും 40 സന, നിങ്ങൾ 40 കൊല്ലം അള്ളാഹിൻ്റെ മുമ്പ് സുജൂദ് ചെയ്ത് ഇബാദത്തെടുത്താലും അതിനേക്കാൾ ഖൈറാണ്, മുന്തിയതാണ് പ്രവാചകൻ്റെ കൂടെയുള്ള ഒരു പിന്നെ നിമിഷം എന്ന് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കോട്ട് കാണാൻ കഴിയും. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമയുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. അപ്പോൾ വജദ ഖൽബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അപ്പം റസൂലുള്ളാഹിൻ്റെ ഖൽബാണ് ഏറ്റവും നല്ല ഖൽബ്. അപ്പോൾ അള്ളാഹു ഫസ്തഫാഹു ലി നഫ്സിഹി, അപ്പോൾ അള്ളാഹ്ക്ക് സ്വന്തത്തിന് റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഫബ്തഅസഹു ബിരിസാലത്തി, തൻ്റെ റിസാലത്തുമായി റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചു. സുമ്മ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ബഅദ ഖൽബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഖൽബിന് ശേഷം ഇനി ബാക്കിയുള്ള ഖൽബിലേക്ക് നോക്കിയപ്പോൾ ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൻ്റെ ഖൽബാണ് പിന്നെ ഏറ്റവും നല്ല ഖൽബായി തോന്നിയത്. ഫജഅലഹും വുസറാ നബിയിഹി, അപ്പോൾ അവരെ അള്ളാഹ് സെലക്ട് ചെയ്തതാണ്. അത് റസൂലുള്ളാഹിൻ്റെ സെലക്ഷൻ അല്ല, ഇന്ന ആൾ സഹാബിയാകണമെന്ന്. കാരണം അങ്ങനെയാണ് റസൂലുള്ളാഹി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അബൂ താലിബിനെ സെലക്ട് ചെയ്യും, പക്ഷേ അബൂ താലിബ് സഹാബി അല്ലല്ലോ. അപ്പോൾ ഈ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ സെലക്ട് ചെയ്ത അള്ളയാണ്. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലി സുഹബത്തി നബിയ്യിന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട എല്ലാവരും സഹാബിയായിട്ടില്ല, പ്രവാചകൻ്റെ കൂടെ ജീവിച്ചവരും സഹാബിയായിട്ടില്ല. അത് അള്ളാഹ് സെലക്ട് ചെയ്ത റസൂലുള്ളാഹിക്ക് ആരാണ് സഹാബിയാകേണ്ടത് അള്ളാഹിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ ഈ അള്ളാഹിൻ്റെ സെലക്ഷന് തൃപ്തിപ്പെടുന്നവനെ ആരാകുള്ളൂ? മുഅ്മിനാകുള്ളൂ. അല്ല അള്ളാഹിൻ്റെ സെലക്ഷൻ നമുക്ക് ഇഷ്ടമല്ല, ഇന്ന ആൾ സഹാബിയല്ല, ഇന്ന ആൾ കാഫറാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ സഹാബത്തിന് മൊത്തം കാഫറാക്കുന്നവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ പ്രവാചകൻ്റെ മരണശേഷം കുറച്ച് ആളുകൾ, അങ്കുലി പരിമിതമായ ആളുകൾ മാത്രം മുഅ്മിനുള്ള വാക്കൊക്കെ മുർത്തദ്ദായി പോയി. അബൂ സുഫിയാൻ കാഫറാക്കുന്നവരുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു കാഫറാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം ഒരു മൊത്തം കാഫറ, അലി റളിയല്ലാഹു അടക്കം കാഫറാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പിഴച്ച വാദങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും വലിയ പിന്നെ ഒരു ഫضലുള്ള ആളുകൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ ഏത് അഖീദൻ്റെ കിതാബ് എടുത്ത് നോക്കിയാലും പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ മഹത്വം പറയാത്ത ഒരു കിതാബ് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ
അതിൽ സഹാബത്തിൻ്റെ മഹത്വം പറഞ്ഞ് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി അതിനു മുമ്പുള്ള ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അഖീദത്ത് തഹാവിയിൽ അദ്ദേഹം പറയാണ്, വനുഹിബ്ബു അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നുഫരിത്തു ഫീ ഹുബ്ബി വാഹിദി മിൻഹും വലാ നതബറു മിൻ അഹദി മിൻഹും. നമ്മൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ ഇഷ്ടപ്പെടുന്നു, ആരുടെ വിഷയത്തിൽ നമ്മൾ അതിര് കവിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, വനുബഗിദു മൻ യുബഗിദുഹും, റസൂലുള്ളാഹിൻ്റെ സഹാബത്തിന് വെറുക്കുന്നവരെ നമ്മൾ വെറുക്കുന്നു. അതാണ് നിലപാട്. ബിഗൈരിൽ ഖൈരി യദ്കുറുഹും, ആ പ്രവാചകൻ്റെ സഹാബത്തിന് നല്ലതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്മരിക്കുന്നവരെ നമ്മൾ വെറുക്കുന്നു. അതിപ്പോൾ ആരാ അവിടെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഷിയാക്കൾ ചെയ്യുന്നുണ്ട്, ഇഖ്വാനുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചേകനൂരികൾ ചെയ്യുന്നുണ്ട്, ഹദീസ് നിഷേധികൾ ചെയ്യുന്നുണ്ട്, ഹദീസ് നിഷേധികളുടെ പാതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെപ്പറ്റി നമ്മുടെ നിലപാടെന്താ? അതാണ് അദ്ദേഹം വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ. റസൂലുള്ളാഹിൻ്റെ സഹാബിയാണോ അവരെപ്പറ്റി നല്ലതല്ലാതെ നമ്മൾ പറയില്ല. ഒരു പക്ഷേ അവർ മാസൂമികളൊന്നുമല്ല, മാസൂമികൾ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാകും, പക്ഷേ ആ തെറ്റ് നമ്മൾ പറയില്ല. വഹബ്ബുഹും ദീനും വ ഈമാനും വ ഇഹ്സാൻ വബഗ്ദുഹും കുഫ്റും വ നിഫാഖും വ തുഗ്യാൻ. അതാണ് അഹ്ലുസുന്ന നിലപാട്. ആ സഹാബത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈമാൻ്റെ ഭാഗം. അപ്പോൾ ഈമാനുള്ളവർക്കേ സഹാബത്തിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. മനസ്സിൽ കുഫറുള്ളവർക്ക് എന്തുണ്ടാവും? ഒരു ബുഗ്ദുണ്ടാവും. അപ്പോൾ ഈ ഒരു നിലപാട് യഥാർത്ഥത്തിൽ ദീനിൽ അറിയപ്പെട്ട നിലപാടാണ്. അഹ്ലുസുന്നയുടെ കൃത്യമായ നിലപാടാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സൂറത്ത് ഫത്ഹിൻ്റെ 29-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിലൊക്കെ അദ്ദേഹം പറയും, ഫസ്സഹാബത്തു റളിയല്ലാഹു അൻഹും ഖലസത്ത് നിയ്യാത്ത്, ഒരു നിയ്യത്ത് വളരെ ഖിലാസുൽ നിയ്യത്താണ്. അതുകൊണ്ട് തന്നെ ഹസുരത്ത് അമാലുഹും, അവരുടെ അമലുകളൊക്കെ നന്നായിട്ടുണ്ട്. ഫകുല്ലു മൻ നദറ ഇലൈഹിം അജബുഹു ഫി സംതിഹിം വഹദിഹിം. ആ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ കാണുന്ന ആളുകൾക്ക് തന്നെ ഓരോ ഗാംഭീര്യമൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. പിന്നെ ഇമാം മാലിക് പറയാണ്, ബലഗനി അന്ന നസാറ കാനു ഇദാ റഔ സഹാബത്തല്ലദീന ഫതഹു ഷാമ, ഷാം കീഴടക്കിയ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ കണ്ടപ്പം അവിടുത്തെ നസറാക്കൾ, അവിടുത്തെ നസറാണികൾ പറഞ്ഞു പോലും എന്താണ്, വല്ലാഹി ലഹാഉലായി ഖൈറു മിനൽ ഹവാരിയ്യിന ഫീമ ബലഗന, ഈസാ നബിൻ്റെ കൂടെയുള്ള ആളുകളെക്കാൾ എത്രയോ നല്ല ആൾക്കാരാണ് ഇവർ എന്ന് നസറാണികൾ വരെ പറഞ്ഞു എന്ന് ഇമാം മാലിക് പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുക. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ കണ്ടവരെ പറ്റി ഫضൽ മനസ്സിലാക്കിയാൽ കാഫറുകൾക്ക് പോലും എന്ത് മതിപ്പുണ്ടാവും. ഇസ്ലാമല്ലാത്ത നസറാണികൾക്ക് പോലും റസൂലുള്ളാഹിൻ്റെ സഹാബത്തിന് മതിപ്പ്. എന്നിട്ട് മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കണ ഈ ഷിയാക്കൾക്കും അവരുടെ ചില വാലാട്ടികൾക്കും പ്രവാചകൻ്റെ സഹാബത്തിനുള്ള അരിശം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് നമ്മൾ വെറുതെ പറയില്ല. ഇപ്പോൾ ഇത് പ്രൂഫ് പോലെ എടുത്ത വിഷയമാണ്. അലി ശരീഅത്തി എന്ന് പറയുന്നത് ചങ്ങായിൻ്റെ പുസ്തകം, അത് ഷിയാക്കളുടെ. ഇതിന് അവതാരിക എടുത്ത് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവാണ്. മുമ്പ് പ്രൂഫ് പോലെ പറഞ്ഞതാണ്. ഇതിൽ പ്രവാചകൻ്റെ സഹാബത്തിനെ എന്നല്ല, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലുള്ള ഇടക്കണ്ണിയായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് ഇതിൻ്റെ 32-ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ജാഹിലിയത്ത് കൊണ്ടുവന്നത് ഉസ്മാൻ വെച്ചു കൊടുത്ത ഏണിയിലൂടെ അത് വീണ്ടും കയറി വന്നു. അത് ശപിക്കപ്പെട്ട പ്രഭുത്വം ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് ബഹിഷ്കൃതമായി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കവെയാണ് ഉസ്മാൻ വെച്ചു കൊടുത്ത ഏണിയിലൂടെ അത് വീണ്ടും കയറി വന്നത്. അതെന്ന് പറഞ്ഞാൽ ജാഹിലിയത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് ഉസ്മാൻ റളിയല്ലാഹുവിലൂടെയാണ്. അബൂഹുറൈറ റളിയല്ലാഹുവിനും ഇബ്നു ഉമർ റളിയല്ലാഹുവിനും ഒക്കെ പൈസ വാങ്ങി ഹദീസ് കമ്മീഷൻ പറ്റി ഹദീസ് ഉണ്ടാക്കിയെന്ന്. ഇതൊരു മുഅ്മിന് സ്വീകരിക്കാൻ പറ്റില്ല. അതിന് അവതാരികത കൊടുക്കാൻ പറ്റില്ല. ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഇതാര് പറഞ്ഞാലും, അത് ഏത് കിതാബിലുള്ളതാണെങ്കിലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. ഇനി മാത്രമല്ല, ഇത് ഷിയാക്കൾ മാത്രമല്ല. അപ്പോൾ സയ്യിദ് ഖുത്തുബിൻ്റെ അൽ അദാലത്ത് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിലെ സാമൂഹിക നീതി എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലെ പല കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശമായി ആക്ഷേപിച്ചിട്ടുണ്ട്. ഉസ്മാൻ തൻ്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 2 ലക്ഷം ദിർഹം ദാനം നൽകി. നേരം പുലർന്നപ്പോൾ മുസ്ലിങ്ങളുടെ പൊതു ഖജനാവയുടെ സൂക്ഷിപ്പുകാരൻ സെയ്ദ് ഇബ്നു അർക്കം ദുഃഖപാരവശ്യത്താൽ മുഖം വിവർണനായി അശ്രുധാരകൾ പൊഴിച്ചുകൊണ്ട് ഉസ്മാൻ്റെ സന്നിധിയിൽ ഹാജരായി. തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഖലീഫയോട് അപേക്ഷിച്ചു. മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് ജാമാതാവിന് താൻ നൽകിയ പാരിതോഷികമാണ് സെയ്ദിൻ്റെ രാജിക്ക് കാരണമെന്നറിഞ്ഞപ്പോൾ അത്ഭുതഭാവേന അദ്ദേഹം ചോദിച്ചു, ഞാൻ എൻ്റെ കുടുംബബന്ധം ചേർത്തുകൊണ്ടാണോ സെയ്ദ് അർക്കം നീ കരയുന്നത്? ഇസ്ലാമിൻ്റെ നിശ്ചിതമായ ആത്മാവിനെക്കുറിച്ച്
ബോധവാനായ ആ മഹിതാശയൻ മറുപടി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, തീർച്ചയായും അതിനെല്ലാം താങ്കൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ദൈവമാർഗത്തിൽ വ്യയം ചെയ്തതിന് പകരമായിട്ടാണ് ബൈത്തുൽ മാലിൽ നിന്ന് ഈ ധനം വാങ്ങിയതെന്ന് കരുതിയാണ് ഞാൻ കരുതുന്നത്. അള്ളാഹുവിനെ കൊണ്ട് സത്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തക്കാർക്ക് വേണ്ടി പിന്നെ ഖജനാവിൽ നിന്ന് പൈസ ചെലവഴിച്ച ആളാണ്. പിന്നെ മാത്രമല്ല, ഇസ്ലാമിൻ്റെ അന്തരംഗത്ത് ഇസ്ലാമിക ചൈതന്യം സജീവമെന്ന് സംശയമില്ല. എന്നാൽ നയവൈകല്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അദ്ദേഹത്തിന് നിശേഷം പരിശുദ്ധനാക്കുക പ്രയാസമാണ്. ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി ഇങ്ങനെ പിന്നെ എഴുതാട്ടോ. പിന്നെ കൂട്ടുകുടുംബങ്ങൾ, താങ്കളെപ്പോലെ അബൂബക്കറും ഉമറും കൂട്ടുകുടുംബങ്ങളില്ലായിരുന്നു. അദ്ദേഹം പ്രതിപാദിച്ചു. കുടുംബക്കാർക്ക് ധനസഹായം നൽകാതെയാണ് അബൂബക്കറും ഉമറും പ്രതിഫലം കാംക്ഷിച്ചത്. എന്നാൽ അവർക്ക് സഹായം നൽകിക്കൊണ്ടാണ് ഞാൻ പ്രതിഫലം കാംക്ഷിക്കുന്നത്. ഉസ്മാൻ്റെ മറുപടികൾ കേട്ട് സഹാബികൾ കോപാകുലരായി എഴുന്നേറ്റ് പോയി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് കോപം കൊണ്ട് ഇങ്ങനെ പ്രവാചകൻ്റെ സഹാബത്ത് ഉള്ളതും ഇല്ലാത്തതും ഇല്ലാത്ത കുറേ കടത്തിക്കൂട്ടി എഴുതി വെക്കുക. എന്നിട്ട് ഇത് കേരളത്തിൽ വിറ്റ് അഴിക്കുക. ഇതിനെ വിമർശിക്കുമ്പോൾ പറയും, നിങ്ങൾ ആ കിതാബിലില്ലേ, ഈ കിതാബിൽ, ഏത് കിതാബിലായാലും. ഇതിപ്പോൾ ഇനി മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ചാലും സുന്നികൾ പ്രസിദ്ധീകരിച്ചാലും ജമാഅത്ത് ഇസ്ലാമിക്ക് തെറ്റാണ്. പ്രവാചകൻ്റെ സഹാബത്തിനെ പറ്റി എന്താ ഇമാത്ത വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് നമ്മൾ വരണം. പക്ഷേ ആ നിലപാട് ഇപ്പോൾ ചേകനൂരികൾക്ക് ആ നിലപാടല്ല. ഇപ്പോൾ ചേകനൂരികൾ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് തനി നിറന്ന് പറഞ്ഞിട്ട് മുപ്പർക്ക് അയാൾക്ക് പുസ്തകമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാക്കാണ് അയാൾ. കാരണം ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു അജണ്ടയാണ് സഹാബത്തിനെ പൊളിക്കുക എന്നുള്ളത്. കാരണം സഹാബത്തിൽ മോശക്കാരുണ്ട്, കള്ളന്മാരുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി? കാരണം ഈ സഹാബത്തിലൂടെയാണ് ഖുർആനും സുന്നത്തും നമുക്ക് കിട്ടിയത്. ഈ ഖുർആനും സുന്നത്തും നമുക്ക് കിട്ടിപ്പോകുന്ന ഒരു പരമ്പര, ഒന്നാമത്തെ കണ്ണി ആരാണ്? സഹാബത്ത്. ഈ കണ്ണിയിൽ വിള്ളലുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സംശയത്തിനുണ്ട്. ഇതാണ് ശിയാക്കളുടെ അജണ്ട. അത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ പിന്നെ ഖദർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നബിനെ തന്നെ ആക്ഷേപിക്കാനാണ്. പക്ഷേ നബിനെ ആക്ഷേപിച്ചാൽ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ല ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? സഹാബത്തിനെ ആക്ഷേപിച്ചു. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആക്ഷേപിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇവർ ആക്ഷേപിക്കപ്പെട്ട് നിൽക്കുമ്പോൾ പ്രവാചകനും സംശയത്തിൻ്റെ നിലയിലാണ്, ഇസ്ലാം സംശയത്തിൻ്റെ നിലയിലാണ്. അപ്പോൾ ശത്രുക്കളുടെ ആവശ്യം എന്നാണ്. അപ്പോൾ ഈ ആവശ്യം മനസ്സിലാക്കി ആണ് ശത്രുക്കൾ പണിയെടുക്കണം. അതാണ് ശിയാക്കളുടെ അജണ്ട. ആ അജണ്ട മനസ്സിലാക്കാതെ ചില ആവേശവും അതുപോലെ തന്നെ ചില വൈകാരികതയും മുൻനിർത്തി പ്രവാചകൻ്റെ സഹാബത്തിനെ ആക്ഷേപിക്കുകയോ ആക്ഷേപിക്കുന്നവരെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരമായ, നമ്മുടെ അഖീദയെ ബാധിക്കുന്ന, നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന, നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. ഇത് സ്വഹാബാക്കളോടുള്ള നിലപാടുകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം ഗൗരവം കാണിക്കണമെന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളൊരു സംഗതി. ഇപ്പോൾ അഹ്ലുസുന്നയുടെ ആ വിഷയത്തിലുള്ള കൃത്യമായ കണിശമായ നിലപാട് എന്താണ് എന്നുള്ളതും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ആക്ഷേപം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇപ്പോൾ ഖവാരിജുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കുറേ മുമ്പേ തന്നെ ഇതിൻ്റെ ചരിത്രം ഒരുപാട് പുറകിലേക്കുണ്ട്. ആ ചരിത്രം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് മുസസ്സുൽ ഈ വിഷയം ഒന്ന് സൂചിപ്പിക്കും. ഇതിൽ ഏറ്റവും ആശ്ചര്യം, വളരെ ഞെട്ടലോടുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, പിന്നെ ഖുർആൻ യോഗ്യരാണ് എന്ന് ആരെക്കുറിച്ച് പറഞ്ഞോ അവരെ അയോഗ്യരാക്കുക. ഖുർആൻ അയോഗ്യരാണെന്ന് പച്ചക്ക് പറഞ്ഞ വിഭാഗം ആരാണോ അവരെ ഭയങ്കര യോഗ്യരുമാക്കുക. അതാണ് ഇപ്പോൾ ശരിക്കും ഈ ഇപ്പോഴത്തെ ഈ ഒരു ഇഖ്വാനിസത്തിൻ്റെ പുതിയൊരു മുഖം ശരിക്കും അതാണ്. അപ്പോൾ ഈ മുഖം അറിയാത്ത വളരെ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവരുടെ ഈ സുഖിപ്പിക്കൽ കണ്ടിട്ട് സ്വഹാബത്തിനെ എല്ലാ അർത്ഥത്തിലും പിന്നെ ഇകഴ്ത്തി തഴഞ്ഞ് അവഗണിച്ചു പോകുന്ന ഒരു രീതി, അത് സോഷ്യൽ മീഡിയയിലും ഓരോരുത്തർക്ക് എഴുതി വിടുന്ന കുറിപ്പുകളൊക്കെ കണ്ടാൽ അവർ സ്വഹാബത്തിൻ്റെയും മേലുള്ളവരാന്ന് തോന്നിപ്പോകും. ആ നിലക്കുള്ള കുറിപ്പുകളൊക്കെയാണ് എഴുതി വിടുന്നത്. സത്യത്തിൽ പിന്നെ തബൂക്ക് യുദ്ധവേള, ആ ചരിത്രം നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ, തബൂക്ക് യുദ്ധവേളയിൽ ഒരു മുനാഫിക്കായ കപടനായ ഒരാൾ പിന്നെ 2-3 കാര്യങ്ങൾ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു. അയാൾ ആ കാര്യം തുടങ്ങിയ എങ്ങനെ വെച്ചാൽ, മാ റഅയ്തു മിസല ഖുറാഇന ഹാ ഉലായി, ഈ പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ ഞങ്ങൾ കാണുന്നില്ല, കാരണം അവരെപ്പറ്റി ഞങ്ങൾക്കുള്ള ഒരഭിപ്രായം എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്, അർഗബ ബുത്തൂനൻ,
തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രമുള്ള കുറേ ആളുകൾ. അർഗബ ബുത്തൂനൻ, വെറും തിന്നുക കുടിക്കുക എന്നുള്ള ഈ ഒരു അജണ്ടയുമായി കഴിയുന്ന ആളുകൾ എന്നാണ് അന്ന് ആ മുനാഫിഖ് ആരെക്കുറിച്ച്, സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അന്ന് ആ പ്രയോഗിച്ച ഒരു വാക്ക് ശരിക്കും ഇന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്വഹാബത്തിൻ്റെ ത്യാഗത്തെയും സ്വഹാബത്തിൻ്റെ സഹനത്തെയും ഒക്കെ വളരെ പരിഹാസത്തോടെ കാണുന്ന ആളുകളുന്നുണ്ട്. കാരണം അവർ സഹിച്ചതെത്രയാണ്? വിശപ്പ് സഹിച്ച്, വെള്ളം കിട്ടാനില്ലാതെ, വസ്ത്രം മാറി ഉടുക്കാനില്ലാതെ, പട്ടിണി മാറ്റാൻ കഴിയാതെ അവർ സഹിച്ചത് ഭയങ്കരമാണ്. ഒരു ചീള് കാരക്ക കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹുവിനും അബൂബക്കർ റളിയല്ലാഹുവിനും എന്ത് ചെയ്യണത്? വിശപ്പടക്കാന്ന് ഒരു ചീള് കാരക്ക കൊണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വഹാബത്തിനെ പറ്റി, അതേപോലെ അവർ ത്യാഗം, എന്തൊക്കെ ത്യാഗം അവരെന്ത് ചെയ്തു, സഹിക്കേണ്ടി വന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വഹാബത്തിൻ്റെ ആ ത്യാഗത്തെയും സഹനത്തെയും കാണാതെ പോകാൻ പാടില്ല. രണ്ടാമത് അയാൾ പ്രയോഗിച്ചത് വല അക്ദബ അൽസുനൻ, വെറും നുണയന്മാരാണ്, വായ തുറന്നാൽ നുണ പറയുന്നു എന്ന നിലക്ക് സ്വഹാബത്തിനെ ആക്ഷേപിച്ചു. ഇവിടെയും ഇന്നത്തൊരു കാര്യം നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, സ്വഹാബത്തിൻ്റെ വ്യക്തമായ നിലപാടുകൾ, സത്യസന്ധമായ അവരുടെ ദീനിൻ്റെ കാര്യങ്ങളോടുള്ള സമീപനം, ഈ സമീപനത്തൊക്കെ ഇന്ന് വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ നിന്ദതയോടെ കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഓരോ ടീമിനും, ഇപ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഇപ്പോൾ സമസ്തൻ്റെ ആളുകൾ എടുക്കുക, സ്വഹാബത്ത് പറയാത്തതും ചെയ്യാത്തതും ഒക്കെ അവരെ പേരിൽ വെച്ച് കെട്ടി സ്വഹാബത്ത് ചെയ്തു, ആ സ്വഹാബി ചെയ്തു, ഈ സ്വഹാബി ചെയ്തു എന്ന നിലക്കല്ലേ ഇവർ പ്രസംഗിക്കുന്നതും. അതെ, നബിദിനത്തിൻ്റെ കൊടുത്തു, അങ്ങനെ ഓരോ സ്വഹാബത്തിൻ്റെ പേരിലും ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മർക്കസ് ദഅവക്കാരെടുക്കുക, അവർ പച്ചയായിട്ട് സ്വഹാബത്തിൻ്റെ നിലപാടുകളെ വെല്ലുവിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അത് വ്യാപകമാണ്. എന്നിട്ട് ഈ സാധാരണക്കാർ ഇതൊക്കെ കേട്ട് ചിരിച്ചു കണ്ട് എന്ത് ചെയ്യുക, അതിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. പിന്നെ മൂന്നാമത്തെ പ്രയോഗം അയാൾ നടത്തിയത് വല അജ്ബന ഇൻദൽ ലിഖാ, ശത്രുക്കളെ കണ്ട ഇത്ര പേടിത്തൊണ്ടന്മാർ, ഭയങ്കര ഭീരുക്കളായി പോകുന്ന ആൾ. ആര്? ഭീരുത്വത്തിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടാൻ പഠിപ്പിക്കപ്പെട്ടൊരു ഉമ്മത്താണ് അവർ. അവർ ഭീരുക്കളാണെങ്കിൽ ബദറിലേക്കും ഉഹുദിലേക്കും ഖന്തക്കിലേക്കും ഒക്കെ അവർ ചെല്ലൂ? ഇല്ലല്ലോ. മാത്രവുമല്ല, ഇപ്പം ഇന്നത്തെ ഒരു കാലം നമ്മൾ നോക്കുക, ഈ ഷിയാക്കൾ അവരുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമരങ്ങളെ അല്ലെങ്കിൽ പോരാട്ടങ്ങളൊക്കെ ഇസ്ലാമികവൽക്കരിച്ചിട്ട് സ്വഹാബത്തിൻ്റെ മേലെ കൊണ്ടുവരിക. സ്വഹാബത്ത് നടത്തിയ പോരാട്ടങ്ങൾ അത് ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു വൈകാരിക തലമൊന്നുമല്ല. അത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹിൻ്റെ കെലിമത്ത് ഉന്നമനത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അതൊക്കെ താഴ്ത്ത്, അതൊക്കെ അടിയിൽ. ഈ ഷിയാക്കൾ ചെയ്യുന്ന അവരുടെ ഈ ചെയ്തികളും തെറ്റുകളൊക്കെ, അവരുടെ കാര്യങ്ങളൊക്കെ സ്വഹാബത്തിനേക്കാൾ വലിയ പ്രയത്നങ്ങളാക്കി അവതരിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ അന്ന് മുനാഫിഖ് നടത്തിയ ഈ 3 പ്രയോഗങ്ങൾ ഇന്നതിൻ്റെ രൂപങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ തലം സമൂഹം എന്ത് ചെയ്യണം, നന്നായി തിരിച്ച്, ഇത് ശരിക്ക് കപടന്മാരുടെ, അബ്ദുല്ലാഹിബിൻ സബഇ എന്ന ശപിക്കപ്പെട്ട ആ ജൂത സൃഷ്ടിയായ കപടൻ്റെ വാല് പിടിച്ച് ഇങ്ങനെ വന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയൊരു സംഗതി നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജമാഅത്തിലെ പ്രബോധനം, ഇപ്പോൾ ഈ അടുത്ത ലക്കത്തിൽ വന്നിട്ടുണ്ട്, പ്രബോധനത്തിൽ കാഫിറാക്കലുമായി ബന്ധപ്പെട്ട് ലേഖനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷബാബിൽ വരാറുണ്ട്, പലതിലും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും, ഇവരിങ്ങനെ തീപ്പന്തമായിട്ട് വരിക. നമ്മൾ ഭയങ്കര എന്തോ കുറ്റം ചെയ്ത ആളുകൾ. ശരിക്കും ഈ ചരിത്രത്തിൽ തന്നെ നമ്മുടെ പ്രതികരണത്തിന് തെളിവുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. അതായത് അന്ന് മുനാഫിഖ് ചെയ്ത ഈ പണി ആ സദസ്സിൽ കേട്ട ഒരാൾ പ്രതികരിച്ചത് എങ്ങനെ അറിയോ? അയാൾ ഫഖാല റജുലുൻ ഫിൽ മസ്ജിദ് കദബ്ത, ആദ്യമാണ് പച്ച നുണേജ് പറഞ്ഞത്, ഇത് പെരും നുണയാണ്. വലാകിന്നക മുനാഫിഖ്, ഒരു സംശയമില്ല നീ മുനാഫിഖാണ് അന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ലൗഖ്ബിറന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, ഞാൻ അള്ളാഹിൻ്റെ ദൂതൻ ഇത് അറിയിക്കന്നെ ചെയ്യുന്ന പറഞ്ഞത്. ഭയങ്കര ഉറപ്പിലാണ്, ഇതെന്തായാലും ഞാൻ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. അപ്പോൾ ഇതാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്ന ദൗത്യം. ഒരു മെസ്സേജ് കണ്ടാൽ, ഒരു വോയിസ് കേട്ടാൽ, ഒരു ലേഖനത്തിൽ വന്നാൽ, ഒരു പ്രസംഗത്തിൽ വന്നാൽ, മിമ്പറുകൾ വരെ ഇതിന് ഉപയോഗിക്കണം. ഇപ്പോൾ ഈ ഷിയായിസത്തിനും ഇഖ്വാനിസത്തിനും എതിരെ ശബ്ദിച്ചപ്പോൾ മിമ്പറുമെന്ന് വരുന്നത് എന്തറിയോ? ഇഖ്വാനിസവും ഷിയായിസവും
അജണ്ടയാക്കി പൊതുരംഗത്തേക്ക് ഇറങ്ങിയവർ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുക, മിമ്പറുകളിൽ ശബ്ദിക്കുക. ഇത് ശരിക്ക് അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലുള്ള കാലത്തുള്ള ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രമാണ് സലഫികൾക്കുള്ള മാതൃക. ഇനി മാത്രമല്ല, ന്യായീകരിച്ച് ഒരിക്കലും ഈ കള്ള നിലപാടുകൾ നന്നാക്കാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഈ മുനാഫിഖ് പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇന്നമാ കുന്നാ നഹൂദു വനൽ അബു, ഞങ്ങളിങ്ങനെ കുട്ടികൾ പന്തോ കളിക്കണ പോലെ ഞങ്ങൾ ഒരു കളിച്ചിരി തമാശയായിട്ട് അത്ഫാൽ ചെറിയ കുട്ടികളെ ഒരു കളിയും ചിരിയായിട്ട് ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ മുനാഫിഖ് തമാശ എന്ന നിലക്ക് എടുത്തൊരു കാര്യം. പക്ഷേ അതിൻ്റെ ഗൗരവം ശരിക്കും എന്താ വെച്ചാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സംഭവം അറിയിക്കപ്പെടും മുമ്പ് തന്നെ അള്ളാഹ് വഹി ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ വഹിയിൽ എന്താ അറിയോ, അബില്ലാഹി വ ആയാത്തിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. ഇവിടെ ഈ ആയത്തിൻ്റെ തുടക്കം സ്വഹാബത്തിനെ എന്നല്ല, അള്ളാനെയാണോ അവൻ്റെ ആയത്തുകളെയാണോ അവൻ്റെ ദൂതനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സംശയത്തിൻ്റെ ദൂരീകരണമാണ് സ്വഹാബത്തിനെ തൊട്ടാൽ ദീനിനെന്താ കുഴപ്പം. ആ സംശയത്തിൻ്റെ ഉത്തരം അള്ളാഹ് പറയണത്, സ്വഹാബത്തിനെ തൊട്ടാൽ അത് അള്ളാനെ നിഷേധിക്കലും അള്ളാനെ പരിഹസിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ പരിഹസിക്കലും അവൻ്റെ ആയത്തുകളെ കളിയാക്കലും ഒക്കെയാണ്. ഈ പേടി ഇത്തരം ആളുകൾക്ക് ഉണ്ടാകട്ടെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് ഒരു ഒഴിവ് കഴിവും പറയാൽ, അതാ പറഞ്ഞു ന്യായീകരിച്ചാൽ ഇത് രക്ഷല്ല. നിങ്ങൾ ഒരു ഒഴിവ് കഴിവും ഈ വിഷയം ലാ തഅ്തദിറൂ ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും. ഇപ്പോൾ ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം ഇതിൻ്റെ ആദ്യകാലത്ത് തന്നെ എന്തായിട്ടുണ്ട്, ഇതൊക്കെ ശരിക്ക് തേച്ചരച്ചാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ആര് ഇത് എടുത്തു കാട്ടി വന്നാലും അവരോട് നമുക്ക് പറയാനുള്ളത് ഈ നിലപാട് തന്നെയാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാം മതവിമർശനം തൊഴിലാക്കിയ ആളുകൾ, ഇവിടുത്തെ നാസ്തികന്മാരടക്കമുള്ള ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ വിശ്വാസികളുടെ ഇടയിൽ അതിനോട് വളരെ പോസിറ്റീവായ ഒരു നിലപാടാണുള്ളത്. എന്നാൽ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച അത്ര അല്ലെങ്കിൽ ആ നിലക്ക് സ്വഹാബത്തിൻ്റെ ചരിത്രമോ അവരുടെ ഫളായിലുകളോ സമൂഹം ഒരുപക്ഷെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ ഒരു അനാസ്ഥ ഉമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ആ ചരിത്രങ്ങൾ പഠിക്കുകയും അവരുടെ ഫളലുകൾ ബോധ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.